അങ്ങനെ ശ്രീതു ബിഗ് ബോസ് ഹൗസിനോട് വിട പറഞ്ഞിരിക്കുകയാണ്. ഈ സീസണിൽ അകത്തുള്ളവരെ വലിയ രീതിയിൽ വെറുപ്പിക്കാതെ പുറത്തിറങ്ങിയിട്ടുള്ള 2 കണ്ടസ്റ്റൻസ് ആണ് നിഷാനയും ശ്രീതുവും. അതിൽ ശ്രീതു അവസാനത്തെ ഈ 97 ദിവസം വരെ എത്തിയെന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല. ആ ബിഗ് ബോസ് ഹൗസിലെ ഒരാൾക്ക് പോലും ശ്രീതുവിനെതിരെ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതായത് ശ്രീതു എന്നെ മാനസികമായി വേദനിപ്പിച്ചു, ചതിച്ചു, എന്നെ പറ്റി നുണ പറഞ്ഞു, കുറ്റം പറഞ്ഞു, അങ്ങനെയൊന്നും ആർക്കും പറയാനായിട്ട് ഉണ്ടാവില്ല. ഈ അവസാന നാളുകളോട് അടുത്തപ്പോൾ ശ്രീതുവിനെതിരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ അലിഗേഷൻ എന്ന് പറയുന്നത് ഒരു സേഫ് ഗെയിമറാണ്, ശ്രീജുൻ കോംബോ പിടിച്ചത് കൊണ്ട് മാത്രം അവസാനം വരെ എത്തിയ ഒരാളാണ്, ക്യൂട്ട്നെസ് വാരി വിതറുന്നു, അങ്ങനെയുള്ളതൊക്കെയാണ്. എന്തായാലും ശ്രീതു അവസാനം വരെ എത്തുന്നതിന് വേണ്ടി മാത്രം അർജുനുമായിട്ടൊരു കോംബോ ഉണ്ടാക്കിയെടുത്തതാണോ എന്ന് നമുക്കറിയില്ല. ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റിൽ നിന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പ്രണയ കോംബോ ഒക്കെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം ശ്രീതു ചിലപ്പോൾ ഈ അവസാനം വരെ എത്തിയത്. അതിലുപരിയായിട്ട് നിലപാടുകൾ ഉറക്കെ വിളിച്ച് പറയുക, അതുപോലെ കുറച്ച് കണ്ണിങ് ആയിട്ട് ഏത് വിധേനയും ടാസ്കുകളൊക്കെ ജയിക്കുക, അങ്ങനെയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ശ്രീതു കുറച്ച് പിന്നിലായിരുന്നു. പിന്നെ ക്യൂട്ട്നെസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ശ്രീതു എന്ത് ചെയ്താലും അത് ക്യൂട്ടാണ്. അങ്ങനെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അത് ശ്രീതു ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അതൊരു ശ്രീതുവിന്റെ കുറ്റമായൊന്നും നമുക്ക് ആരോപിക്കാൻ സാധിക്കില്ല. ഇപ്പൊ ഇന്നത്തെ എവിക്ഷൻ തന്നെ ആ മഴയത്ത് എല്ലാവരും കൊടയൊക്കെ പിടിച്ച് നിൽക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ശ്രീതു പോകുന്ന സമയത്ത് പറയുന്നുണ്ട് കറക്റ്റായിട്ട് മഴ തൂറുന്നു ഞാൻ പോകുന്ന സമയത്ത് എന്ന്. അതായത് ശ്രീതുവിന്റെ മഴ തൂറുന്നു ഡയലോഗ്സ് ഒക്കെ വളരെയധികം ഹിറ്റാണ് പുറത്ത്. അത് പുറത്തുനിന്ന് വന്ന പലരും ശ്രീതുവിനെ അറിയിച്ചിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ശ്രീതുവിന്റെ പേഴ്സണാലിറ്റി അടിപൊളിയാണ്. ആരെയും വെറുപ്പിക്കാനുമില്ല, ആരെയും കുറ്റം അപ്പുറത്ത് പോയി പറഞ്ഞു അങ്ങനെ അടി ഉണ്ടാക്കില്ല. എന്തെങ്കിലും ഒരു സീക്രട്ട് ശ്രീതുവിനോട് പറഞ്ഞാൽ ശ്രീതു അത് ആരോടും പറയില്ല. ഫോർ എക്സാമ്പിൾ റസ്മിൻ ശ്രീതുവിനോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിന്നോട് ഒരു ക്രഷ് ഉണ്ട് എന്ന്. ശ്രീതു അത് എവിടെയും പിന്നീട് ആയുധമാക്കിയിട്ടില്ല. അർജുനോട് പോലും ശ്രീതു അത് തുറന്നു പറഞ്ഞിട്ടില്ല. ശ്രീതുവിനെ വേണമെങ്കിൽ അത് റസ്മിനെതിരെ ഒരു ഗെയിമായിട്ട് എടുക്കാമായിരുന്നു. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ശ്രീതുവിന്റെ പേഴ്സണാലിറ്റി അടിപൊളിയാണ്.